ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞാനും വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. വേറൊന്നും അല്ല, വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല, സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ, വയ്യായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത്. അപ്പോൾ ഇതും ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചതും പിന്നെ ഒരു 1.5 ആഴ്ച മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോയും കൂടിയാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത്. ഇതൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റൊക്കെ ഏറ്റവും ലാസ്റ്റ് മാത്രമേ നമ്മൾ വേറെ വീഡിയോ കാണിക്കുന്നുള്ളൂ. ആദ്യമൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇവിടെ മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാടാമ്പുഴ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പോയി വരണ അന്നാണ് അവിടെ 6 വരി പാത ഉണ്ടല്ലോ, അതിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയാണ് കേട്ടോ, എല്ലായിടത്തും നല്ല മഴ തന്നെയാണ് തോന്നുന്നുണ്ട്. മഴക്കാലം ആയി എന്ന് തന്നെ പറയാം. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് കേട്ടോ. നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ആട്ടാനുണ്ടായിരുന്നു. അത് നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല, മഴ ആണ്. ആദ്യം നമ്മൾ കുറച്ച് ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനി മഴയൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതോ എന്ന് പറയട്ടെ കേട്ടോ, നല്ല രീതിയിൽ തന്നെ മാറാലയുണ്ട് കേട്ടോ. 8 കാലിയൊന്നും പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അതുപോലെ പല്ലിയും പോയിട്ടില്ല കേട്ടോ. ഇത് രണ്ടും അല്ലാതെ ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും പല്ലിയും 8 കാലിയും ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ എവിടേക്ക് പോയാലും മാറാലുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും വന്നു. ആദ്യം തന്നെ നമ്മൾ ആകൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുത്ത് ഒക്കെ ഒന്ന് ക്ലീനാക്കി, പിന്നെ അടിച്ച് വാരി കേട്ടോ. മാറാല തട്ടി അടിച്ച് വാരി നല്ല രീതിയിൽ തന്നെ ചുമരടക്കം നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിയിലൊക്കെ ഒന്ന് അടിച്ച് വാരി അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ള മാറാല തട്ടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ പോയപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മടക്കി വയ്ക്കാനും വയ്യ, നിവർത്തിടാനും വയ്യ, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ചൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞങ്ങളങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ പോരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു, രാവിലെ മഴ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏതായാലും കുറച്ച് നേരം ഒന്ന് മാറി നിന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ദിവസമാണെങ്കിൽ കൂടി നമ്മൾ അടച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വാർപ്പിൻ്റെ വീടും ഓടിൻ്റെ വീടും തമ്മിലുള്ള മാറ്റം നന്നായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അത്രയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിതിൽ ക്ലിയർ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് വോയിസ് കൊടുക്കുന്നത് തന്നെ രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു 7 മണിക്കാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ സമ്മാനി ഒന്നും എണീറ്റിട്ടില്ല. ഇവിടെയാണെങ്കിൽ കറണ്ടും ഇല്ല കേട്ടോ. കറണ്ട് എന്താ പറയുക, മെയിൻ സ്വിച്ചിൽ കറണ്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ മീറ്റർ ബോർഡിൽ നമുക്ക് കറണ്ട് വരുന്നുണ്ട്. പക്ഷെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വോൾട്ടേജിനാണ് പ്രശ്നം വന്നിട്ടുള്ളത്. ഏതായാലും നമ്മൾ KSEBിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മഴയും കൂടി ആകുമ്പോൾ നമുക്ക് നമ്മൾ നോക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ KSEBിനെ വിളിച്ചിട്ടുണ്ട്, നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ ചിലപ്പോൾ വരുമായിരിക്കും. എന്താ നോക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊന്നും കൂടെ വിളിച്ച് നോക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പണികളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്, കറണ്ട് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ വന്നതിന് ശേഷം ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് വേറൊരു പണിയും കൂടി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം മുറ്റൊക്കെ ഒന്ന് അടിച്ചേരി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് അടിച്ചേരി എടുക്കാം. നമ്മളിവിടെ മരുന്നടിച്ച് പോയതിന് ശേഷം എല്ലാവർക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ അങ്ങനെ, അപ്പൂസിന്, മനുവിന്, എനിക്ക് ഒക്കെ വയ്യാണ്ടായി കേട്ടോ. ആ ഒരു വയ്യായ്കയ്ക്ക് പുറമെയാണ് എനിക്ക് രണ്ടാമത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന ആ ഒരു ടൈമിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്ക് നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത മരുന്നാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും. അതായിരിക്കാം വയ്യാതെ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ, ആയിരിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്കൂളൊക്കെ തുറക്കാനായി, പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞോ, മക്കൾക്ക് ബുക്ക്, ബാഗ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നാളെ എന്ന് പറഞ്ഞ് നീണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര നീട്ടാൻ പറ്റുമെന്ന് അറിയില്ല. ഏതായാലും ഒരാഴ്ചയും കൂടി ഉള്ളൂ കേട്ടോ. അതിലപ്പുറം നമുക്ക് നീട്ടാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് ഓരോ പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെയാണ്, പ്രോഗ്രാമല്ല ഫങ്ഷൻ. മഴയും കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ കൂടി നമുക്കൊരു കല്യാണമുണ്ട്. പിന്നെ അതുപോലൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. കല്യാണം ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിയുടെയാണ്. പിന്നെ ഹൗസ് വാമിങ് നമ്മുടെ ഫാമിലിയിലുള്ളതാണ് കേട്ടോ. അത് കുറച്ച് ദൂരത്തുമാണ്. അപ്പോൾ അതിന് മഴയും കാര്യങ്ങളൊക്കെയാണ്, അടച്ച് മഴയാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് നല്ല രീതിയിൽ മഴയാണ് കേട്ടോ. രാവിലെ രാത്രി എന്നൊന്നും ഇല്ലാത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, ഇരുടായിട്ട് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ മഴ പെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ ഒന്ന് വാരട്ടെ കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങൾ, അന്തരീക്ഷം മാറി വരുന്നുണ്ട്. ഒരു സൈഡിലേക്ക് പിടിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ഇത്രയും വെളിച്ചം ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഇത്രയും നല്ല രീതിയിൽ വെളിച്ചം വരണത്. പിന്നെ ഇനിയിപ്പോൾ മഴയാകുമ്പോൾ ഉള്ള അവസ്ഥ എന്താകുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ ഡെയിലി വീഡിയോ ചെയ്യണം എന്ന് പറയൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല കേട്ടോ. ഇനിയെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് പറയണ്ട എന്നുള്ളത് കേട്ടോ. കാരണം ഞാൻ ഈ പറയുന്നതിൻ്റെ പിറ്റേ ദിവസം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കണുണ്ട്. ഇതന്നെ ഇപ്പോൾ 2 ദിവസം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഈ 2-3 ദിവസം ഇടയ്ക്ക് വീഡിയോ ഇടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം നമുക്ക് ഡെയിലി നമ്മളൊരു വ്യൂസ് കയറുന്നൊരു രീതി ഉണ്ടാവുമല്ലോ, ആ ഒരു രീതി അല്ലാത്ത രീതിയിലാണ് കേട്ടോ ഇപ്പോൾ കയറുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ വേണ്ടി പറ്റണം എന്നുള്ളത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് തുടച്ച കാര്യം നിങ്ങൾക്ക് കേൾക്കണം. 1, 2, 3 പ്രാവശ്യം അല്ല 7 പ്രാവശ്യമാണ് ഞാൻ അകം തുടച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യണത്. 7 പ്രാവശ്യം ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി ഞാൻ തുടച്ചെടുത്ത് പുറമൊക്കെ കഴുകി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. കാരണം വേറൊന്നുമല്ല, അപ്പൂസും കൂടെ ഒക്കെ കളിക്കണമല്ലോ. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടിയാലോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും, മനസ്സിലാകും കേട്ടോ. പിന്നെ അതേ നമ്മൾ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയുള്ള കുറച്ച് വേറെ വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതേ മഴയാണെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഇപ്രാവശ്യം ഈ ഷീറ്റ് ഇവിടെ നിന്ന് ഊരിയത് വെറുതെയാണ് കേട്ടോ. കാരണം അന്ന് തൊട്ടേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏതായാലും വീണ്ടും കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ ഇതേ കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അത് ആ മഴ പെയ്തു, നല്ല രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോകുന്നതിന് മുന്നേ നമ്മളിവിടെ ടയറിൽ ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെടിയും കൂടെ ഒന്ന് ചീരയാണ് കേട്ടോ, അതൊന്ന് വെട്ടിയിട്ടുണ്ട്. ഒറ്റ പീസ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ അതൊന്ന് മുറിച്ചെടുത്തു. പിന്നെ ഞങ്ങൾ വന്ന സമയം കൊണ്ട് അതൊക്കെ തെഴുത്ത് നല്ല രീതിയിൽ സെറ്റാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് മൂത്ത് പോവില്ലെന്ന് വിചാരിച്ച് ഞാൻ അന്ന് വെട്ടിയതാണ് കേട്ടോ. അന്ന് വേറെ കുറച്ച് ചീരയും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഒറ്റ തണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു. പിന്നെ ഈ കുറച്ച് വീഡിയോസ് എന്ന് പറഞ്ഞാൽ വേറൊരു ദിവസത്തെ വീഡിയോസായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1, 2, 3, 4 ദിവസത്തെ വീഡിയോസാണ് കേട്ടോ ഇന്നത്തെ ഇതിൽ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതേ എന്തിനും ഏതിനും നമ്മുടെ കൂടെ അപ്പൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെക്കുറിച്ച്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഞാൻ കിട്ടുന്ന ടൈമിലൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളെന്ന് പറയാം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇത്ര നേരം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റാക്കി രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. കൂട്ടത്തിൽ ഒന്ന് അങ്ങോട്ട് ലൈക്കും കൂടെ ചെയ്തോളൂന്നേ. അപ്പോൾ അതേ പിന്നെ കുറച്ച് അടുക്കളയത്തെ കാര്യങ്ങൾ, ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കണ വിശേഷങ്ങളായിരുന്നു. ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. നാളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ബായ്.